ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അഖില് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വഴക്കുണ്ടാക്കാൻ വന്നതാണോ? അപ്പൊ ഹരീഷ് പറയുകണ, അതേടാ വഴക്കുണ്ടാക്കാൻ തന്നെയാ വന്നേ. നിനക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ നീ എന്നെ തേടി വരണം. ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, നിന്റെ കടയിലേക്ക് വന്ന് ഞാൻ പറഞ്ഞതല്ലേ, അത് കേൾക്കാതെ നീ വീണ്ടും എന്റെ മോളോട് സംസാരിച്ചില്ലേ? അത് കണ്ട് എന്റെ മകൻ വെറുതെ ഇരിക്കണമെന്നാണോ? നീതുവിന്റെ അമ്മ പറയുന്നു, ദേ നോക്കടാ, നീ എന്റെ മകളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ അവൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. ഉടനെ ഇവിടെ വന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുവോ? അപ്പൊ ഹരീഷ് പറയണ, ദേ നോക്ക്, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. ഇത് കേട്ട് നീതു സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷ് പറയുന്നു, നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. അവളെന്നെ ഇഷ്ടമല്ല എന്ന് പറയട്ടെ, ഞാൻ സംസാരിക്കുന്ന നിർത്തിക്കോളാം. സന്തോഷത്തോടു കൂടി നീതു പറയുന്നു, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്. ഇത് കേട്ട് അഖിൽ എടാന്ന് വിളിക്കുമ്പോൾ ഹരീഷ് പറയണ, എടാ ഞാൻ എന്താ നിന്റെ അനിയത്തെ നിന്റെ വീട്ടിൽ കയറി വന്നാണോ പ്രേമിച്ചത്? അവൾ എന്നോട് സംസാരിച്ചാൽ ഞാൻ തിരിച്ചു സംസാരിക്കും. ഒരു പെൺകുട്ടി എന്നെ വിശ്വസിച്ച് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചു സംസാരിക്കാതിരിക്കും? ചന്ദ്രൻ പറയുന്നു, വീട്ടിൽ കയറി വന്ന പ്രശ്നം ഉണ്ടാക്കാനൊന്നും നോക്കണ്ട. ഈ വീടിന് ചുറ്റും ഞങ്ങളുടെ ബന്ധുക്കളാ, ഒരു സിഗ്നൽ കൊടുത്താൽ മതി. ഇതിട്ട് സുധീഷ് പറയുന്നു, ആരാണെങ്കിലും വരാൻ പറ. അഖിൽ പറയണ, അച്ഛാ ഞാൻ മതി ഇവർക്ക്. എടാ ഹരീഷ്, നിന്നോട് അവസാനമായിട്ട് പറയുവാ, ഇനി എന്റെ പെങ്ങളെ കാണരുത്, സംസാരിക്കരുത്. അപ്പൊ ഹരീഷ് പറയുന്നു, അത് നിന്റെ അനിയത്തിയോട് പറയാൻ പറ, അതിനുശേഷം സംസാരിക്കാം. ഞാൻ ഹരീഷിനോട് സംസാരിക്കുമെന്ന് നീതു പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി നീതുവിന്റെ അരികിലേക്ക് വന്ന് കൈ ഉയർത്തുകയാണ് അഖിൽ. ഹരീഷ് പറയുന്നു, കൈ താഴ്ത്ത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ പലതവണ കൈ ഉയർത്തുന്നുണ്ടല്ലോ. നീതു അഖിലിന്റെ കൈ തട്ടി മാറ്റുമ്പോൾ സുധീഷ് അവരുടെ വീടിനെ പരിഹസിച്ച് സംസാരിക്കുകയാണ്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണോ നീ ഞങ്ങളുടെ വീടിനെ കുറ്റം പറഞ്ഞത്? തീപ്പെട്ടിക്കൂട് പോലത്തെ വീടാണല്ലോ, അതും വാടകയ്ക്ക്. നിന്റെ സംസാരം കേട്ടപ്പോൾ നീ വലിയ ബംഗ്ലാവിലാ താമസിക്കുന്നതാ ഞാൻ വിചാരിച്ചേ. എനിക്കിത് കണ്ടപ്പോൾ ചിരിയാ വന്നത്. ഇത് കേട്ട് നീതു പറയണ്, എടാ ഹരീഷ്, നിന്റെ ചേട്ടനോട് മിണ്ടാതിരിക്കാൻ പറ. ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി വന്നല്ലോ എന്നാ നീതുവിന്റെ അമ്മ പറയുമ്പോൾ നീതു പറയണ്, ഹരീഷ് നിന്റെ ചേട്ടനോട് ഇനി സംസാരിക്കരുതെന്ന് പറ. അപ്പൊ ഹരീഷ് പറയണേ, എന്റെ വീടിനെ പറ്റി മോശമായി പറയാല്ലേ? അപ്പൊ സുധീഷ് ചേട്ടനും നിങ്ങളുടെ വീടിനെ പറ്റി പറയും. ചന്ദ്രൻ പറയുന്നു, മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകാൻ നോക്ക്. ഇവനെയൊക്കെ അടിച്ചിറക്കിയാ വേണ്ടേന്ന് പറഞ്ഞ അഖില് സുധീഷിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ അഖിലിന് ഒരു അടി കൊടുത്ത് പിടിച്ചു തള്ളുകയാണ് സുധീഷ്. നീതുവിന്റെ അമ്മ പറയുന്നു, കണ്ടില്ലേടി ഈ റൗഡികള് എന്റെ മകനെ തല്ലുന്നത്? അപ്പൊ നീതു പറയുകയാണ്, മതി നിങ്ങൾ പോകാൻ നോക്ക്. സുധീഷിട്ട് പോകാന്ന് പറഞ്ഞ ഹരീഷ് സുധീഷിനെ കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ വരികയാണ് നീതു. ഹരീഷ് ഇത് ഇത്തിരി കൂടി പോയി എന്ന് നീതു പറയുമ്പോൾ നീതുവിന്റെ അമ്മ അകത്തേക്ക് വിളിക്കുകയാണ്. നമ്മൾ കുറച്ച് ഓവറായോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതൊന്നുമില്ല, അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, നീ വണ്ടി എടുക്ക്. ചന്ദ്രനും നീതുവിന്റെ അമ്മയും അഖിലും എല്ലാം നീതുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. തുടർന്ന് സുധീഷും ഹരീഷും കിളിക്കൂട്ടിലേക്ക് വരികയാണ്. നിധിയും നികേഷും സുഭാഷും എല്ലാം അവരെവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്നുവെങ്കിലും അവർ സത്യം പറയുന്നില്ല. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയെ സഹായിക്കുകയാണ് സുധീഷ്. ചായ കുടിക്കാതെ പോയതല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു സുഭാഷ്. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് ചന്ദ്രനും നീതുവിന്റെ അമ്മയും. ഭാസ്കരൻ മനസ്സിൽ പറയുന്നു, എന്താ ഓട്ടോ റൂട്ട് മാറി വരുന്നത്? എടാ ഭാസ്കരൻ എന്ന് വിളിച്ച് അവർ അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ ഓട്ടോക്കാരാ ദിവസവും എന്റെ വീട്ടിൽ വന്ന് ഹാജർ വെക്കുന്നത്? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, നിന്റെ മകൻ മര്യാദക്കായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഭാസ്കരൻ ചോദിക്കുന്നു, എന്റെ മക്കളെ കുറിച്ച് എന്റെ അരികിൽ വന്ന് കുറവ് പറയുന്നു. എന്താ പുറത്ത് ബഹളം എന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് പോകുമ്പോൾ ഹരീഷും സുധീഷും പിന്നാലെ വരികയാണ്. നികേഷും അവിടേക്ക് വരുന്നു. എന്താ പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയുകയാണ്, സുഭാഷെ നമ്മുടെ കുടുംബം തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞില്ലേ? നിന്റെ അനിയനോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെയല്ലേ എന്റെ മോൻ ഇവിടുന്ന് പോയത്? പിന്നെന്താ നിന്റെ അനിയന്മാർ രാവിലെ എന്റെ വീട്ടിലേക്ക് വന്ന എന്റെ വീടിന് കുറവ് പറയുന്നത്? ഇത് കേട്ട് ഞെട്ടി സുഭാഷ് അവരെ നോക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങൾ മോശമായി പറഞ്ഞപ്പോ ഞങ്ങൾ വെറുതെ ഇരിക്കണോ? മറുപടി തരണ്ടേ? അപ്പൊ സുധീഷ് പറയണ, രാജകുടുംബത്തിലെ ആൾക്കാരെ പോലെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ വീടിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞില്ലേ? അതെല്ലാം കേട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണം? ഞങ്ങളെ മോശപ്പെട്ടവരായി കാണുന്ന ആ രാജകുടുംബം എങ്ങനെയുള്ളതാണെന്ന് ഞങ്ങളും അറിയണ്ടേ? വന്ന് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇതിനേക്കാളും മോശമാണ് അതെന്ന്. അപ്പൊ നീതുവിന്റെ അമ്മ പറയുകയാണ്, ഞങ്ങളുടെ വീട് ചെറുതായിരിക്കും, പക്ഷെ ഞങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുന്നവരാ, നിങ്ങളെ പോലെയല്ല. ഇത് കേട്ട് ഭാസ്കരൻ പറയണം, അതെ അതെ, ഞങ്ങൾ ആരും അഭിമാനം ഇല്ലാത്തവരാ. ഇവിടെയുള്ളവരെല്ലാവരും 10 കൊലക്കേസും 15 മോഷണ കേസിലും ഉൾപ്പെട്ടവരല്ലേ? പോടാ ഇറങ്ങിപ്പോ. എടാ ഭാസ്കര എന്ന് വിളിച്ച് ചന്ദ്രൻ അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്ത് ചെയ്യടാ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞു? അങ്ങനെ അവർ വഴക്കുണ്ടാക്കുമ്പോൾ അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. ചന്ദ്രേട്ട എന്താ പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയാണ്, സുഭാഷേട്ടാ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയായിരുന്നു. നിങ്ങൾ എന്തിനാ അവിടെ പോയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നമ്മുടെ വീടിനെ കുറിച്ച് കുറവ് ഒരുപാട് പറഞ്ഞതല്ലേ, അതുകൊണ്ടാ അവരുടെ വീട് എങ്ങനെയാണെന്ന് നോക്കാൻ പോയത്. വളരെ മോശം വീടാ, നമുക്കാണെങ്കിൽ ഇത്രയൊക്കെ സ്ഥലമില്ലേ, അവിടെ ഒന്നുമില്ല, തീപ്പെട്ടിക്കൂട് പോലത്തെ ഒരു വീട്. എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കേട്ട് നീതുവിന്റെ അമ്മ ചോദിക്കുന്നു, നീ എന്താണ് പറയുന്നത്? വീട് ചെറുതാണെങ്കിലും ഞങ്ങളുടെ വീടിന് ഒരു അഭിമാനമുണ്ട്, നാട്ടുകാർ വില കൊടുക്കുന്ന വീടാ. നിങ്ങളുടെ വീട് അങ്ങനെയാണോ? എന്നിട്ട് നിന്റെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ? അപ്പൊ ഭാസ്കരൻ പറയണ, അതെ അതെ, കോടികള് നാട്ടുകാര് വില തരുന്നുണ്ടല്ലോ. അങ്ങനെ ഭാസ്കരൻ വളരെ ദേഷ്യത്തോടു കൂടി ചന്ദ്രനോടും ഭാര്യയോടും സംസാരിക്കും.
സംസാരിക്കുകയാണ്. ചന്ദ്രൻ ഭാസ്കരനെ തള്ളാനായി വരുമ്പോൾ ഭാസ്കരനും ചന്ദ്രനെ തള്ളാനായി ചെല്ലുകയാണ്. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. നിങ്ങൾ നിങ്ങളുടെ മകനെ നിലയ്ക്ക് നിർത്തണമെന്ന് ചന്ദ്രൻ പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ പോയി നിന്റെ മകളെ നിലയ്ക്ക് നിർത്ത്. അപ്പോൾ നീതുവിന്റെ അമ്മ പറയുന്നു, ഞങ്ങളുടെ മകളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ മകൻ ഇനി ഞങ്ങളുടെ മകളെ കാണാൻ വരരുത്, സംസാരിക്കാനും പാടില്ല. അപ്പൊ ഹരീഷ് പറയുകയാണ്, അവൾ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവളെ കാണാൻ പോകുന്നത്? പക്ഷെ അവൾ എന്നെ കാണാൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും സംസാരിക്കും. ഇത് കേട്ട് നീതുവിന്റെ അമ്മ പറയുന്നു, അവള് വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം. സുധീഷ് പറയുകയാണ്, നിങ്ങളുടെ വാക്കിനെ ധിക്കരിച്ച് അവള് വന്ന് ഹരീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കും. ഇത് കേട്ട് നീതുവിന്റെ അമ്മ ചോദിക്കുന്നു, എന്ത് കല്യാണം നടത്തുവന്നോ? ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് വാഴുവോടാ? ഇതൊക്കെ ഒരു വീടാണോ? വീട്ടിലേക്ക് വന്ന ഒരു പെണ്ണ് പോലും ഇവിടെ അധികകാലം താമസിച്ചിട്ടില്ലല്ലോ. ഒരു മോശപ്പെട്ട വീടായത്, ശാപം പിടിച്ച വീട്. ഒരുത്തനും തിരിഞ്ഞു നോക്കാറില്ലല്ലോ. നാട്ടുകാരൊക്കെ എന്ത് മോശമായിട്ടാ നിങ്ങളുടെ വീടിനെ പറ്റി പറയുന്നത്. ഇങ്ങനെ ഒരു വീട്ടിലേക്കാണോ ഞങ്ങളുടെ മകള് ജീവിക്കാൻ വരേണ്ടത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എന്റെ മകന്റെയും മരുമകളുടെയും വെഡിങ് റിസപ്ഷൻ ഇവിടെ നടത്തിയായിരുന്നു. ഈ നാട്ടുകാരെല്ലാവരും അതിൽ പങ്കെടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഫോറിൻ ടൂറിലായിരുന്നോ? അപ്പൊ നീതുവിന്റെ അമ്മ പറയുകയാണ്, പറയുന്നത് കേട്ടാ തോന്നും ഈ നാട്ടുകാരെല്ലാവരും അവരെ അനുഗ്രഹിക്കാൻ വന്നതാണെന്ന്. ഈ കുടുംബത്തിൽ ഒരു നല്ലത് നടക്കുന്നു, അതെങ്ങനെയാണ് നശിക്കുന്നതെന്ന് കാണാൻ വേണ്ടി വന്നവരാ അവരെല്ലാവരും. ഇങ്ങനെ ഒരു നശിച്ച വീട്ടിലേക്ക് ഞങ്ങളുടെ മകളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടി കഴിയാൻ പറ്റില്ല. ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇത്രയും കാലം അവളെ കഷ്ടപ്പെട്ട് വളർത്തിയത്? ഇങ്ങനെ ഒരു നശിച്ച വീട്ടിലിരുന്ന് ജീവിച്ചിട്ട് നിന്റെയൊക്കെ ആഗ്രഹം കണ്ടില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് സുധീഷ വളരെ ദേഷ്യത്തോടു കൂടി അവരോട് സംസാരിക്കുമ്പോൾ അവരും ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. അവിടെ വലിയ വഴക്ക് നടക്കുന്നു. ഇതെല്ലാം വാതിലിന്റെ അരികിൽ നിന്ന് കാണുകയാണ് നിധി ഒന്ന് ആലോചിച്ച് സുധീഷിന്റെ അരികിലേക്ക് വന്ന്, സുധീഷ് ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, അവര് സംസാരിക്കുന്ന കേട്ടില്ലേ? അവർക്ക് നല്ല മറുപടി കൊടുക്കണ്ടേ? നിധി എന്തിനാ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അപ്പൊ നിധി ചോദിക്കാണ്, താലി എവിടെ? എന്ത് താലി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കാണ്, എന്റെ താലി എവിടെ? അപ്പൊ സുധീഷ് പറയുന്നു, നിധിയുടെ താലിയോ? അത് അഴിച്ചു തന്നില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അതിന്റെ കാര്യം തന്നെ, അതെവിടാ? അപ്പൊ സുധീഷ് ചോദിക്കുന്നു, അതെന്തിനാ ഇപ്പോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോയി ഒരു വലിയ കവർ എടുത്തോണ്ട് വരികയാണ്. നിധി പുറത്തെ ബഹളം ശ്രദ്ധിക്കുകയാണ്. വലിയ കവറിൽ നിന്നും ഒരു ഡെപ്പ എടുക്കുകയാണ് സുധീഷ്. ആ ഡെപ്പ തുറക്കുമ്പോൾ മറ്റൊരു കവർ, ആ കവർ മാറ്റുമ്പോൾ മറ്റൊരു ഡെപ്പ. ഇത് കണ്ട് നിധി ചോദിക്കുന്നു, സുധീഷ് എന്തിനാ ഈ ഇത്രയും ഡെപ്പയും കവറും എല്ലാം? അപ്പൊ സുധീഷ് പറയണ, നിധി സ്വർണ്ണം അല്ലേ, നിധിയിട്ട സ്വർണ്ണം ആകുമ്പോൾ അതിന് മതിപ്പ് വില കൂടും, അതാ സൂക്ഷിച്ചു വെച്ചേ. ഭാസ്കരനെയും കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് നീതുവിന്റെ അമ്മ. തുടർന്ന് സുധീഷ് നിധിയുടെ നേരെ താലി നീട്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഇപ്പൊ എന്തിനാ ഇത് ചോദിക്കുന്നത്? പണയം വെക്കാനാണോ, അതോ വിൽക്കാനോ, അതോ ഇത് വെച്ച് ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം നടത്താനാണോ? നീതു ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നിധി പറയണ, കുറച്ചു നേരം വായടച്ചിരിക്കുക, താലി ഇങ്ങോട്ട് താ. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ നിന്നും താലി വാങ്ങിച്ചണിയുകയാണ് നിധി. സുധീഷ് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി അഴിച്ചു തന്ന താലി വീണ്ടും അണിഞ്ഞത്? ഇങ്ങോട്ട് വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോവുകയാണ്. സുധീഷും പിന്നാലെ വരുന്നു. നീതുവിന്റെ അമ്മയുടെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, നിർത്തുന്നുണ്ടോ? അപ്പൊ നീതുവിന്റെ അമ്മ ചോദിക്കാണ്, നീ ആരടി പുതിയതായിട്ട് വന്ന് ബഹളം വെക്കാൻ? അപ്പൊ നിധി പറയുകയാണ്, നിർത്താനല്ലേ പറഞ്ഞത്, എന്താ നിങ്ങളുടെ പ്രശ്നം? മോൾ ഇതിൽ ഇടപെടണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, സുഭാഷ് ഒന്നും മിണ്ടാ നിൽക്ക്, ആരും ഇനി സംസാരിച്ചു പോകരുത്. ഇത്രയും നേരവും എല്ലാവരും സംസാരിച്ചില്ലേ, ഇനി ഞാൻ സംസാരിക്കാം. ഇത് കേട്ട് എല്ലാവരും കണ്ടു തണ്ടു നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഈ വീട്ടിലെ എന്ത് പ്രശ്നമുള്ളത് നിങ്ങൾക്ക്? ഒരു പെണ്ണിന് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല, അതല്ലേ ഞാൻ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്. ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ട് 4-5 മാസം കഴിഞ്ഞില്ലേ, ഞാൻ ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ് ഭാസ്കരനും സുഭാഷും നികേഷും ഹരീഷും സുധീഷും എല്ലാം. നിധി പറയണ, ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത്? ഇവള് താങ്ങില്ല, വന്ന വേഗത്തിൽ തന്നെ ഓടിപ്പോകും, അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടിലുള്ള ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്തോ? ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടോ അഭിമാനത്തിന്റെ കാര്യമൊക്കെ. നിങ്ങളുടെ അഭിമാനത്തിനെക്കാട്ടിലും അഭിമാനമുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളാണ് ഞാൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ, ഏട്ടത്തി, അങ്ങനെ എല്ലാവരും എന്റെ വീട്ടിലുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ കഴിയുന്നു. അത്ര നന്നായി എന്നെ പൊന്നുപോലാണ് ഇവര് നോക്കുന്നത്. നികേഷിനെ ചേർത്ത് പിടിച്ചോണ്ട് സുധീഷ് പറയണേ, എടാ നികേഷെ കണ്ടില്ലേ, താലി കഴുത്തിലിട്ടാ അവള് സംസാരിക്കുന്നത്, അവൾ എന്റെ ഭാര്യയായിട്ട് സംസാരിക്കുന്നേ. എനിക്ക് കുളിര് കോരുന്നടാ. ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ, എങ്ങും പോയില്ലല്ലോ. ഒരു ദിവസം പോലും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന നാൾ മുതൽ ഈ നാട്ടുകാർ ഞാൻ കേൾക്കെ തന്നെ ഈ വീടിനെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നതെല്ലാം വെറും കഥയാണ്. ഈ വീട്ടിലൊരു പെണ്ണിനെ താമസിക്കാൻ പറ്റില്ല, അധികകാലം ജീവിക്കില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളോ. അച്ഛന്റെ ജീവിതത്തിൽ എന്തോ തെറ്റായി സംഭവിച്ചു, അതൊക്കെ പഴയ കഥയാ. ഈ വീട്ടില് ഇത്രയും നാളായിട്ട് താമസിക്കുന്ന ഞാൻ പറയുന്നു, ഒരു പെണ്ണിനെ ഇത്രയും നല്ലൊരു വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൾ ഒരിടത്തും പോയി സന്തോഷമായിട്ട് ജീവിക്കില്ല. ഞാനിവിടെ അത്രയ്ക്ക് സന്തോഷവതിയാണ്. എല്ലാവരും എന്നെ നന്നായി നോക്കുന്നുണ്ട്. ഇത് കേട്ട് നീതുവിന്റെ പറയുന്നു, ദേ നോക്ക്, നീ ഇവിടെ നന്നായി ജീവിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്റെ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. ഇത് കേട്ട് നിധി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞയക്കുകയോ പറഞ്ഞയക്കാതിരിക്കുകയോ ചെയ്യുക, അതല്ല ഇപ്പൊ പ്രശ്നം. ഈ വീടിനെ പറ്റി മോശമായി സംസാരിക്കരുത്. തന്റെ കഴുത്തിൽ കിടക്കുന്ന താലി കാണിച്ചുകൊണ്ട് നിധി പറയുന്നു, ഞാൻ എന്നാണോ സുധീഷിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് അന്നേ ഈ നാട്ടുകാർ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന സുധീഷിന് തോന്നുകയാണ് തന്റെ ദേഹത്തേക്ക് പൂക്കൾ
വീഴുന്നതായി. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചയക്കാൻ സമ്മതം അല്ലെങ്കിൽ അവൾ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കുക. കല്യാണം കഴിപ്പിച്ച് നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റാത്തതിന് കാരണം ഈ വീടാണെന്ന് പറയരുത്. നിങ്ങൾ നിങ്ങളുടെ മകളെ ഹരീഷിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഹരീഷ് പൊന്നുപോലെ നോക്കിക്കോളൂ അവളെ. സുഭാഷ് ഏട്ടൻ സ്വന്തം പെങ്ങളെ പോലെ നോക്കും. നികേഷ് ഏട്ടത്തി എന്ന് വിളിച്ച് ജീവൻ കൊടുക്കും. എന്തിന് ഇപ്പൊ നിങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞ സുധീഷ് പോലും നിങ്ങളുടെ മകൾ ഇവിടെ വന്നാൽ പൊന്നുപോലെ നോക്കും. ഇതുപോലെ ഒരു വീട്ടില് നിങ്ങളുടെ മകൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യം. ഇവിടെ വന്ന് എന്തിനാ ബഹളം വെക്കുന്നത്? എന്താ പറഞ്ഞേ? ഈ നാട്ടില് ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒരു വീടില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ പറയുന്നു, ഈ വീടിന്റെ മരുമകളായിട്ട് പറയുന്നു, സുധീഷിന്റെ ഭാര്യയായിട്ട് പറയുന്നു. ഇത്രയും നല്ലൊരു വീട് ഈ നാട്ടിലില്ല. ഇതിനേക്കാളും സുരക്ഷിതമായ ഒരു വീട് ഒരു പെണ്ണിന് കിട്ടാനില്ല. നീതുവിന്റെ അമ്മ ചോദിക്കുന്നു. അതുകൊണ്ട് അപ്പൊ നിധി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കുകയോ കല്യാണം കഴിപ്പിക്കാതിരിക്കുകയോ ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ വീടിനെ കുറിച്ച് മോശമായിട്ട് പറയാൻ പാടില്ല. ഇനി നിങ്ങളോ ഈ നാട്ടുകാരോ എന്റെ വീടിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കേട്ടോണ്ടിരിക്കില്ല. നിങ്ങൾ പറയുന്ന നുണ കാരണം ഇവര് ബുദ്ധിമുട്ടുന്നത് കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാനും പറ്റില്ല. ഒരു നുണയ്ക്ക് ഈ നാട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഇന്നത്തോടെ അവസാനിക്കണം. ഇനി ഈ വീടിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞേ? ഇത് കേട്ട് നീതുവിന്റെ അമ്മ ഞെട്ടി നിൽക്കുമ്പോൾ മാടി എന്ന് പറഞ്ഞ് ചന്ദ്രൻ നീതുവിന്റെ അമ്മയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് സന്തോഷത്തോടുകൂടി ഹരീഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. നിധി വളരെ ദേഷ്യത്തോടുകൂടി അവര് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുഭാഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഇതിനപ്പുറത്തേക്കൊന്നും ഇവര് സംസാരിക്കുന്നത് കേട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ. ഇനി ആരെങ്കിലും വരട്ടെ, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, എന്റെ ഭാര്യയാണ് അവള്. താലി അണിഞ്ഞു വന്ന് അവള് സംസാരിച്ചത് കേട്ടില്ലേ? എനിക്ക് നിലത്തെങ്ങും നിൽക്കാൻ പറ്റുന്നില്ലേ എടാ? വീണ്ടും അവള് താലി അണിഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്